സോഷ്യൽ മീഡിയയിൽ അന്ന് എല്ലാവരും പാട്ടുകാരെന്നല്ല ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ലൈവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാവരും ഈ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. പിന്നെ കലാകാരന്മാർ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോഴേ ഒരു എത്തിക്സ് ആയിട്ട് ഞങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സമൂഹത്തിൻ്റെ സ്വത്താണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ സമൂഹത്തിനെ പരമാവധി സന്തോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ ചെയ്യേണ്ടത്. കോവിഡ് സമയത്ത് ഞങ്ങൾ ഈ താമസിച്ചിരുന്ന ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു. ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ മനേട്ടനൊരു ചെറിയ ലൈറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വന്നപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല ഒരു ലൈറ്റ്. ഞങ്ങൾ ആ സമയത്ത് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേരുകളെ വീടുകളിൽ നിന്ന് വിളിച്ചു വരുത്തും. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളി വരുമ്പോൾ സംഘടന പോലും നോക്കാറില്ല കേട്ടോ. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു എന്നെ ഈ സൈബർ അറ്റാക്ക് നടക്കുമ്പോൾ തെറി വിളിച്ചിരുന്ന കുറേ രാഷ്ട്രീയ പ്രവർത്തകർ, സംഘടനാ പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പോലും ഞാൻ അവരുടെ സ്റ്റേറ്റ് പേജുകളിൽ, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേജുകളിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് മനുവേട്ടൻ സംശയേന ഏൽക്കൽ